ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് എള്ളുണ്ട ഉണ്ടാക്കാൻ പോവാണേ. എള്ള് മേടിച്ച് കഴുകി ഉണക്കി ഒക്കെ എടുത്തു. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് എള്ളുണ്ട ഉണ്ടാക്കാം. ഓക്കെ, അത് റോസ്റ്റ് ചെയ്യട്ടെ. എള്ള് ഞാൻ റോസ്റ്റ് ചെയ്യാൻ അടുപ്പേ വെച്ചു. എള്ളത് മൂക്കട്ടെ. ഇത് 1/2 കിലോ എള്ളാണ്. ഇത് മൂത്ത് കഴിയുമ്പോൾ പൊടിപൊടാന്ന് പൊട്ടും. അപ്പം നമുക്കിത് ഓഫാക്കാം. എള്ള് പൂത്തു, നമുക്കിനി ഓഫാക്കാം. എള്ള് പൊട്ടാൻ തുടങ്ങി. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പം 1/2 കിലോ എള്ളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ ശർക്കര ആവശ്യമാണ്. നമ്മൾ എത്ര എള്ളെടുക്കുന്നോ ആ തുല്യ അളവിൽ തന്നെ ശർക്കര എടുക്കണം. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഇത് 1 കിലോ ആണ്. 1/2 കിലോ ശർക്കര നമുക്ക് എടുത്ത് ഉരുക്കിയെടുക്കാം. കുറച്ച് നെയ്യ് ആവശ്യമുണ്ട്. പിന്നെ ഏലക്കായും ജീരകം 1/2 ടീസ്പൂൺ വീതം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചൊന്ന് ഫ്ലേവറിന് വേണ്ടി ചേർക്കാം. നമുക്കിനി ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം. ഓക്കെ, ശർക്കര ഞാൻ എടുത്തു. ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഉരുക്കാം. ശർക്കര പൊട്ടിച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പേ വെച്ചു. ഇത് ഉരുകി വരട്ടെ. ഉരുകി നമുക്ക് അരിച്ചെടുക്കണം. ശർക്കര വെള്ളത്തിൽ അലിഞ്ഞു. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ശർക്കര മുഴുവൻ അലിഞ്ഞു. ഇനിയിപ്പം അരിച്ചതിന് ശേഷം വേണം ഇതിന് ഉരുക്കാൻ. ഇനി അരിച്ചെടുക്കാം. അരിപ്പയിലേക്ക് ഒഴിക്കാം. കുറച്ച് കല്ലൊക്കെ ഉണ്ട്, കണ്ടോ? അത് അരിച്ചെടുത്ത് ഇനി നമുക്ക് ഉരുക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഇതിനി ഒരു നൂൽ പരുവാകുന്നിടം വരെ നമുക്ക് പറ്റണം. അപ്പം കണ്ടോ, വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. ഇനി നൂൽ പരുവാകട്ടെ. അവിടെ പറ്റട്ടെ. ശർക്കര ഉരുകി നൂൽ പരുവാകുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കണം. ഏലക്ക പൊടിച്ചതും കൂടെ, ഏലക്കായും ജീരകം കൂടെ പൊടിച്ചതും കൂടെ ഇടണം. ഏലക്ക പൊടിച്ചത്, ഏലക്കായും ജീരകം കൂടെ പൊടിച്ചാണ്, അതിട്ടു. ഇനി 1 സ്പൂണ് നെയ്യും കൂടി ഒഴിക്കാം. കുറച്ചങ്ങ് ഒഴിച്ചാൽ മതി, അളക്കണമെന്നൊന്നുമില്ല. ഇച്ചിരി അങ്ങ് ഒഴിക്കാം. ലേശം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് എല്ലാം ഇളക്കി ഒരു ഒട്ടൽ വരുവാകുമ്പോൾ എള്ളങ്ങോട്ടിട്ട് ഇളക്കിയെടുക്കുന്നു. ചെറു ചൂടോടെ നമുക്ക് ഇട്ട് ഉരുട്ടിയെടുക്കാം. സ്വാദിഷ്ടമായ എള്ളുണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ, നട്ട്സൊക്കെ ഇടാം കേട്ടോ. കശുവണ്ടി, ബദാം, വാൾനട്ട് അങ്ങനെയൊക്കെ ഉള്ളതും കൂടെ ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കാൻ. മുതിർന്നവർക്കൊന്നും വേണ്ട. 50 വയസ്സായ സ്ത്രീകൾ നിർബന്ധമായും എള്ളുണ്ട ഡെയിലി 2 എണ്ണം വെച്ച് കഴിച്ചിരിക്കണം. നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും മുടിയുടെയും കണ്ണിനുമൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ അത്ര ഹെൽത്തി അല്ല. അപ്പം ഇതായി, നമുക്കിനി എള്ളിടാം. ഇനി നമുക്ക് എള്ളങ്ങ് കുടഞ്ഞിടാം. എള്ളിട്ട് ഇനി തുടരെ ഇളക്കി യോജിപ്പിച്ച് തണുത്തതിന് ശേഷം ചെറു ചൂടോടെ ഉരുട്ടണം.
കൈ പൊള്ളാതെ ചെറു ചൂടോടെ ഉരുട്ടിയെടുക്കണം. ആദ്യം നമ്മൾ ഒരു പാത്രത്തേക്ക് എടുത്ത് വെക്കുന്നു. പിന്നെ തണുത്ത് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വീണ്ടും ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇത് യോജിപ്പിക്കട്ടെ. എല്ലാം ഞാൻ യോജിപ്പിച്ചെടുത്തു. ഇനിയൊരു പാത്രത്തിലേക്ക് കുറച്ച് കോരിയിടാം. നിരത്തി വെച്ചിട്ട് ചെറിയ ബോൾസുകളാക്കി നമുക്ക് എടുക്കാം. ചൂട് കുറച്ച് ആറട്ടെ. എള്ള് നമുക്കിനി ഉരുട്ടിയെടുക്കാം. കയ്യിലൊരു കുറച്ച് നെയ്യ് തൂത്തേച്ച് വേണം ചെറിയ ബോൾസാക്കി തണുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാം അങ്ങനെ ഉരുട്ടട്ടെ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാം ഉരുട്ടിയെടുക്കട്ടെ. ഓക്കെ, എള്ളുണ്ട ഞാനെല്ലാം ഉരുട്ടിയെടുത്തു. ഈ എള്ള് വറുത്തതിന് ശേഷം കുറച്ച് പൊടിച്ച് ഇതിൻ്റെ അകത്ത് ചേർത്ത് ഉണ്ടാക്കിയാൽ കൂടുതൽ സ്വാദിഷ്ടമായിരിക്കും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.